ഹായ് ഹലോ മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഞങ്ങളിവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നതാ ഞാൻ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ഒത്തിരി സമയമൊന്നും വേണ്ട, നിമിഷ നേരം കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ല കിടുക്കാച്ചി റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി. അപ്പോൾ നമ്മുടെ മക്കൾക്കെല്ലാം ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമുക്കിത് ചിക്കൻ കറിയുടെ കൂടെയോ മീൻ കറിയുടെ കൂടെ മുട്ട, മട്ടൻ കറി ഏതിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നല്ലൊരു കാരച്ചട്നി ഉണ്ടെങ്കിൽ സൂപ്പറാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അരിയൊന്നും ആട്ടിയിട്ടില്ല അല്ലെങ്കിൽ ആട്ടാൻ വിട്ടുപോയെങ്കിൽ നമുക്കത് ടെൻഷൻ അടിച്ചൊന്നും സമയം കളയണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഞാൻ ഒരു പാത്രത്തിൽ ഒരു 1.5 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അളവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഈ പച്ചരി നല്ലപോലെ ഒന്ന് 3-4 വെള്ളം നമ്മൾ നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കൊരു ഓവർനൈറ്റ് ഇത് കുതിരാനായിട്ട് വെക്കണം. നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഒരു 3-4 വെള്ളം കഴുകി നമുക്കിതിൽ വെള്ളം നിറച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാനിത് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് രാത്രി ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ആ വെള്ളത്തിൽ നിന്ന് കംപ്ലീറ്റ് വെള്ളം മാറ്റി ഒന്ന് ഇത് ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ജാറിലേക്ക് ഞാൻ അരിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് ഗ്ലാസ്സിലാണോ അരി എടുത്തത് അതിന് അതേ കപ്പിൽ അതേ അളവ് കപ്പായിരിക്കണം. അതിലൊരു 1/2 കപ്പ് ചോറ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 ഗ്ലാസ് താഴെ, എന്നാൽ 1/2 ഗ്ലാസ്സിന് കൂടുതൽ വേണം കേട്ടോ. 3/4 ഗ്ലാസ് വെള്ളം എന്തായാലും വേണ്ടി വരും. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒഴിക്കുന്നതിൽ ഇതിൻ്റെ പൂർണ്ണമായിട്ട് ഇത് നല്ലപോലെയൊക്കെ കിട്ടുന്നത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇതിനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. നമ്മുടെ എണ്ണ ഒന്ന് ചൂടാവുന്ന സമയം മാത്രം. അപ്പോൾ ഞാനിത് ഇരുമ്പേട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിലേക്ക് എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് തീ ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു തവി കൊണ്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് പൊങ്ങി വരും കേട്ടോ. നല്ല മുട്ട പോലെ പൊങ്ങി വരും. അപ്പോൾ കണ്ടല്ലേ, പൊങ്ങി വരുന്ന കാണാമല്ലോ നിങ്ങൾക്ക്. നല്ല രസമായിട്ടോ കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒരു ഭാഗം നല്ലപോലെ ഒന്ന് വീർത്ത് കണ്ടോ. ആ എണ്ണയിൽ നിന്ന് മുകളിൽ വന്നതിന് ശേഷം നമുക്കതൊന്ന് മൂത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് നല്ലപോലെ മൂപ്പിച്ച് നമുക്ക് ഒരുപാട് കളറൊന്നും മാറാൻ പാടില്ല കേട്ടോ. കളറൊക്കെ ഇത്രേ ആവാവൂ കണ്ടോ. നല്ല വെള്ള കളറിലായി വൈറ്റ് കളറിലായിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ എണ്ണ നല്ല ചൂടായിട്ട് വേണം ഒഴിക്കാൻ, അല്ലെങ്കിൽ ഇതുപോലെ പൊങ്ങി വരത്തില്ല കേട്ടോ. അപ്പോൾ നല്ല എണ്ണ ചൂടായിട്ടിരിക്കുമ്പോൾ തന്നെ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം തീ ഒന്ന് മീഡിയത്തിൽ വയ്ക്കുക. പിന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ എണ്ണയിൽ നിന്ന് ഇത് നല്ലപോലെ ഒന്ന് പൊങ്ങി വരുന്നവരെ അതിനെ തട്ടയൊന്നും വേണ്ട, നല്ലപോലെ വീർത്ത് പൊങ്ങി വന്നോളും. ഈ കാണുന്നല്ലോ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അതുവരെ അതിനെ തട്ടയൊന്നും നമ്മുടെ പൂരിയൊന്നും അല്ല കേട്ടോ. അതിനേക്കാളും അപ്പുറമായിട്ട് നല്ലപോലെ കണ്ടോ കാണാമല്ലോ നിങ്ങൾക്ക്, വീർത്ത് പൊങ്ങി വരും. അപ്പോൾ കുറച്ച് നേരം അതിന് ഒരു ഡിസ്റ്റർബൻസും ചെയ്യാതെ അങ്ങ് വിടുക. അതുപോലെ നല്ലപോലെ വീർത്ത് വന്നതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുത്താൽ മതിയാവും. മറിച്ചും തിരിച്ചും ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ മൂപ്പിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാടൊന്നും കരിഞ്ഞൊന്നും പോകരുത്. ഈ കളറിൽ തന്നെ നമുക്ക് കിട്ടുകയും വേണം. അപ്പോൾ ഇപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പോൾ എന്നും ഒരേ മോഡൽ ഉണ്ടാക്കിയ വീഡിയോയിൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ മാറ്റി മാറ്റി നമുക്ക് ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, ആരോഗ്യത്തിന് ഹെൽത്തിനൊക്കെ നല്ലതല്ല. നമ്മൾ വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ ഞാൻ എന്താ ചേർത്തതെന്ന്. ഇത്രയേ ഉള്ളൂ നമ്മളിതിൽ ചേർത്തിട്ടുള്ള ഐറ്റങ്ങൾ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ ഒരുപാട് എണ്ണ ഒന്നും കുടിക്കത്തില്ല, അങ്ങനെയും നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ നമ്മൾ ഓരോ ഐറ്റം മാറ്റി മാറ്റി ചെയ്യുമ്പോൾ ഒരു മാസത്തിൽ ഒരിക്കൽ അങ്ങനെ വല്ലപ്പോഴാ കൂടി ഒന്ന് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയൊക്കെ കിട്ടും ഇപ്പോൾ. എല്ലൊക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് അങ്ങനെ വാങ്ങിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് എണ്ണയാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് നിങ്ങളനുസരിച്ച് ചെയ്യും. ഞാൻ എൻ്റെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ എല്ലാം അതുപോലെ പൊരിച്ച് മാറ്റി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുട്ടയില്ലാത്ത മുട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഏത് കറി ഞാൻ പറഞ്ഞല്ലോ, ചിക്കനോ മട്ടനോ ഇച്ചിരി എരിവുള്ള കറി വേണമെന്നുള്ളതേ ഉള്ളൂ. ഒന്നുമില്ല, നല്ലൊരു കാരച്ചട്നി തയ്യാറാക്കിയാലും മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ മുട്ടക്കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂട്ടിയാണ് ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ഇഷ്ടം നമ്മൾ നോക്കാറുണ്ട്, നമ്മുടെ വീട്ടിലെ ഹസ്ബൻഡിന് ഇഷ്ടം, അങ്ങനെയൊക്കെ ചെയ്യുക. ആർക്ക് എന്താണോ ഇഷ്ടം അതനുസരിച്ച് ചെയ്യുക. എൻ്റെ ഇഷ്ടത്തിനായിരിക്കത്തില്ലല്ലോ വേറൊരാൾ ചെയ്യുന്നത്. അപ്പോൾ നല്ല ചൂട് മുട്ടക്കറിയും നമ്മുടെ മുട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല കിടുക്കാച്ചി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാട്ടോ. അപ്പോൾ എന്നും ഓരോ ഐറ്റം തന്നെ, ദോശ, ഇഡ്ഡലി, പുട്ട് ഇങ്ങനെ ചെയ്യാതെ മാറ്റി മാറ്റി നമുക്ക് നമ്മുടെ മക്കൾക്കെല്ലാം ചെയ്തു കൊടുത്ത്, അപ്പോൾ അവർക്കും അതൊരു സന്തോഷമാവും. നമുക്ക് അവർ കഴിക്കുന്ന കാണുമ്പോൾ നമുക്ക് അതിനേക്കാൾ ഏറെ സന്തോഷമല്ലേ. മക്കളൊക്കെ ഇങ്ങനെ ആഗ്രഹത്തോടെ കഴിക്കുമ്പോൾ അവിടെ അമ്മമാരുടെ മനസ്സെല്ലാം അങ്ങ് നിറയും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.